back to another episode of collegemunshi.com. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് BSc നഴ്സിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് BSc നഴ്സിംഗ് കർണാടകയിൽ പോയി പഠിക്കണം, നിങ്ങൾ കർണാടകയിൽ പോയി പഠിക്കുമ്പോഴുള്ള ബെനിഫിറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നിങ്ങൾ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം. വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കറിയാം നഴ്സിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. എന്നാൽ നമ്മുടെ കേരളത്തിൽ നഴ്സിംഗിനായിട്ടുള്ള സീറ്റ്സ് വളരെ ലിമിറ്റഡ് ആണ്. ആൻഡ് കേരളത്തിൽ LBS വഴി അഡ്മിഷൻ എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റുഡൻസിന് മാത്രമേ ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്നുള്ളൂ. സീറ്റ്സിന്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് ടോപ്പ് മാർക്സ് ഉള്ള ഒരുപാട് സ്റ്റുഡൻസിന് പോലും നഴ്സിംഗിന് കേരളത്തിൽ സീറ്റ്സ് കിട്ടാറില്ല. അപ്പോൾ കേരളത്തിലെ സ്റ്റുഡൻസ് ഓപ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് തൊട്ടടുത്ത സ്റ്റേറ്റ് ആയിട്ടുള്ള കർണാടകയിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കർണാടകയിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് KCET വഴി അഡ്മിഷൻ എടുക്കാം. KCET എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ ഒരു റൂള് പ്രകാരം എല്ലാ സ്റ്റേറ്റിലും നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ്, ഓരോ സ്റ്റേറ്റിന്റെയും കോമൺ എൻട്രൻസ് ടെസ്റ്റിന്റെ ബേസിലായിരിക്കണം അഡ്മിഷൻ എടുക്കേണ്ടത്. ഇങ്ങനെ ഒരു റൂള് നഴ്സിംഗ് കൗൺസിൽ പുറത്തിറക്കി. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ കർണാടക ഗവൺമെന്റ് ചെയ്തൊരു കാര്യമാണ്, അവർക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റിൽ ഇവര് BSc നഴ്സിംഗും ഉൾപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെ ഉൾപ്പെടുത്തിയപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും കർണാടകയിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്ക് കർണാടകയിൽ പോയിട്ട് നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു KCET എൻട്രൻസ് എക്സാം എഴുതിയിട്ട് അതിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ പോസിബിൾ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു KCET വഴി അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കർണാടക ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ അവരുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ട് നിൽക്കുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ ആയിരിക്കും നിങ്ങൾക്ക് സീറ്റ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് 20% സീറ്റ് ഉള്ള സ്റ്റുഡൻസ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് കോട്ടയാണ്. അപ്പോൾ ഈ ഒരു 20% നിങ്ങൾ എങ്ങനെ എലിജിബിൾ ആവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KCET നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. എന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ KCET സ്കോർ വെച്ചിട്ട് ഡയറക്റ്റ് അഡ്മിഷനും പോസിബിൾ ആണ്. നെക്സ്റ്റ് 20% എന്ന് പറയുന്നത് അത് ടോട്ടലി കർണാടക സ്റ്റുഡൻസിന് വേണ്ടി റിസർവ്ഡ് ആയിരിക്കും. വേറെ സ്റ്റേറ്റിൽ നിന്നുള്ള സ്റ്റുഡൻസിനൊന്നും ആ ഒരു 20% സീറ്റിന് എലിജിബിൾ ആയിരിക്കില്ല. അടുത്തൊരു 60% എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ കോട്ടയാണ്. എന്ന് വെച്ചാൽ KCET എക്സാം ഏത് സ്റ്റേറ്റിൽ നിന്നുള്ള സ്റ്റുഡൻസ് എഴുതിയാലും അവർക്ക് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ സീറ്റ് ലഭിക്കും. അപ്പോൾ ഇങ്ങനെയാണ് KCET വഴി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ പോകുന്നത്. ഇനി അങ്ങനെയല്ല, കർണാടകയിൽ തന്നെ മറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഒരുപാടുണ്ട്. നമുക്കറിയാം കർണാടകയിൽ തന്നെയുള്ള സ്വന്തമായിട്ട് മെഡിക്കൽ കോളേജുകളുള്ള, അതേപോലെ സ്വന്തമായിട്ട് ഹോസ്പിറ്റലുകളുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും, ക്ലിനിക്കൽ എക്സ്പോഷർ, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന, അതും എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസിന്റെ ഗൈഡൻസിൽ ക്ലാസ് എടുക്കുന്ന ഒരുപാട് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ വഴി പോസിബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഡയറക്റ്റ് അഡ്മിഷനിലൂടെ നിങ്ങൾക്ക് BSc നഴ്സിംഗിന് കർണാടകയിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർണാടകയിൽ ഈ ഒരു നഴ്സിംഗിൽ തന്നെ എടുക്കുകയാണെങ്കിൽ അഡ്മിഷന്റെ പേരും പറഞ്ഞ് ഒരുപാട് സ്കാം നടക്കാറുണ്ട്. സ്റ്റുഡൻസിനെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഈ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവർ അഡ്മിഷൻ എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർ അറിയുന്നത് അവർ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കില്ല രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക, വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അങ്ങനെ പറ്റിക്കപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങൾ കർണാടകയിലെ സ്റ്റുഡൻസ്, മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആ ഒരു അഡ്മിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അഡ്മിഷൻ എടുക്കുന്നതെന്നും അതേപോലെ തന്നെ അവരെന്തൊക്കെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവർക്ക് സ്വന്തമായിട്ട് മെഡിക്കൽ കോളേജ് ഉണ്ടോ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഉണ്ടോ, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ലീഡിങ് ഹോസ്പിറ്റലുമായിട്ട് പാർട്ട്നേർഡ് ആണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പോരാത്തതിന് അവർക്ക് ബ്രാൻഡ് വാല്യൂ, സർട്ടിഫിക്കറ്റ് വാല്യൂ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നും നിങ്ങൾ നോക്കണം. അപ്പോൾ ഇത്തരം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പോൾ കർണാടകയിൽ നമ്മൾ പറഞ്ഞു KCET വഴി അല്ലാണ്ട് അഡ്മിഷൻ എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ വഴി നിങ്ങൾക്ക് അഡ്മിഷനും പോസിബിൾ ആണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് കുറഞ്ഞ ഫീസിലാണ് കർണാടകയിൽ പോയി പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മെഡിക്കൽ കോളേജസ് ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും KCET വഴി അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ അല്ലാണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കൂടുതൽ എമൗണ്ട് ആയിരിക്കും ഫീസായിട്ട് കൊടുക്കേണ്ടി വരിക. എന്നാൽ KCET വഴി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ മെഡിക്കൽ കോളേജസിന്റെ കേസ് ആണെങ്കിൽ
KCET വഴി നമ്മൾ ഏത് കോളേജസിൽ അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾ കൊടുക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് നിങ്ങൾ 1,40,000 പേ ചെയ്യണം, പിന്നെയായിരിക്കും സെമസ്റ്റർ ഫീസ് അടയ്ക്കേണ്ടി വരിക. അപ്പോൾ ഇതൊരു ഫിക്സഡ് എമൗണ്ട് ആണ്. നിങ്ങൾ KCET വഴി അല്ലാണ്ട് മെഡിക്കൽ കോളേജസിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ഇതിലും കൂടുതലായിട്ടുള്ളൊരു തുക, ഒരു 3 ലക്ഷം 5 ലക്ഷം ഇത്രയും അധികം ഫീസ് ആയിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടി വരിക ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അപ്പോൾ മെഡിക്കൽ കോളേജസിൽ അഡ്മിഷൻ എടുക്കുന്നവർ എപ്പോഴും KCET വഴി അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കാം. ഇനി അങ്ങനെയല്ല വേറെ കോളേജസിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ ഇത്രയും അധികം വലിയ മെഡിക്കൽ കോളേജിലൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കുക. അങ്ങനെ ആകുമ്പോൾ KCET-നെക്കാട്ടിലും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ വഴി നഴ്സിംഗിന് സീറ്റ് ലഭിക്കും. അപ്പം ഇനി നിങ്ങൾക്ക് കോളേജ് ഡീറ്റെയിൽസ് അറിയണം, അല്ലെങ്കിൽ ഏത് കോളേജിലാണ് നിങ്ങൾക്ക് കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പറ്റുക കർണാടകയിൽ, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ കരിയർ ഗൈഡൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്.